ഇഡിയുടെ നോട്ടീസ് ലഭിച്ചതിന് ശേഷം ഡോക്ടർ തോമസ് ഐസക് മാധ്യമങ്ങളെ കണ്ടിരുന്നു. അദ്ദേഹം അക്കമിട്ട് ഓരോന്നിനും മറുപടി പറഞ്ഞു. മാത്രമല്ല ഇഡിയുടെ നോട്ടീസ് പ്രകാരം അവരുടെ ഓഫീസിലെത്താൻ തനിക്ക് മനസ്സില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. 6-7 തവണ അദ്ദേഹത്തിന് വിളിക്കാൻ നോട്ടീസ് കൊടുത്തിരുന്നു. മാത്രമല്ല അതേസമയം ഈ ഫെമ അതായത് ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെൻറ്റ് ആക്ടുമായി ബന്ധപ്പെട്ട് ഉള്ള നടപടികളിൽ അറസ്റ്റ് എന്നൊരു സാധനം ഇല്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യാനൊന്നും ഇഡിക്ക് മാർഗവുമില്ല. സലീം അലി കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. പത്തനംതിട്ടയിൽ നിന്ന് സലീം, വിശദാംശങ്ങൾ. ഡോക്ടർ തോമസ് ഐസക് അതിശക്തമായ രീതിയിൽ തന്നെയാണല്ലോ പ്രതികരിച്ചിരിക്കുന്നത്. തനിക്ക് പോകാൻ മനസ്സില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. ഡോക്ടർ തോമസ് ഐസക്കിന് ഇതുകൂടി കൂട്ടി ഇത് 7ാം തവണയാണ് ഇ ഡി നോട്ടീസ് അയക്കുന്നത്. മുൻപ് 6 തവണയും തോമസ് ഐസക് സ്വീകരിച്ച നിലപാട് ഇ ഡിയുടെ അന്വേഷണവുമായി സഹകരിക്കേണ്ടതില്ല എന്നുള്ളതാണ്. ആ നിലപാട് തന്നെ ഇപ്പോഴും സ്വീകരിക്കുന്നു എന്ന് മാത്രമല്ല കുറച്ചുകൂടി കടുപ്പിക്കുകയും ചെയ്യുന്നു. കടുത്ത ഭാഷയിലാണ് ഇത്തവണ ഇ ഡിക്ക് തോമസ് ഐസക്കിന്റെ വക മറുപടിയുള്ളത്. മനസ്സില്ല എന്നുള്ളതാണ്, ഈ ഹാജരാകാൻ മനസ്സില്ല എന്നാണ് തോമസ് ഐസക് പറയുന്നത്. അതിന് അദ്ദേഹം കാരണങ്ങൾ ഉൾപ്പെടെ വിശദീകരിക്കുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ നോട്ടീസ് ലഭിച്ചപ്പോൾ തന്നെ കോടതിയിൽ പോയതാണ്. കോടതിയിൽ പോയ ശേഷം എന്തിനാണ് തന്നെ വിളിപ്പിക്കുന്നത് എന്നുള്ളത് മറുപടി പറയണം, അതിനുശേഷം പോയാൽ മതി എന്നുള്ളതായിരുന്നു തൻ്റെ നിലപാട്. അത് കോടതി തന്നെ ശരിവെക്കുകയും ചെയ്തു. എന്താണ് വിളിപ്പിക്കുന്നതിൻ്റെ കാരണം എന്ന് അറിയിക്കണമെന്ന് പറയുകയും ചെയ്തു. പക്ഷേ എന്നിട്ടും ആ ലളിതമായ ചോദ്യത്തിന് പോലും മറുപടി പറയാൻ ഇ ഡി തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് തോമസ് ഐസക് ആരോപിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇ ഡിക്ക് മുൻപിൽ പോകില്ല. ഇ ഡിക്ക് മുൻപിൽ പോയാൽ എന്തിനാണ് തന്നെ വിളിപ്പിക്കുന്നത് എന്ന് അറിയാമായിരിക്കും. പക്ഷേ അതിന് മനസ്സില്ല. കാരണം ഒരു പൗരൻ്റെ അവകാശത്തിനെതിരെയുള്ള കടന്നുകയറ്റമാണ് ഇ ഡിയുടെ ഈ നോട്ടീസ് എന്ന് പറയുന്നു. ഒപ്പം തന്നെ ഇ ഡി BJPയുടെ പൊളിറ്റിക്കൽ ടൂളായി മാറുകയാണ് എന്നുകൂടി തോമസ് ഐസക് പറയുന്നു. എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തും ഇത്തരത്തിലുള്ള നടപടികൾ ഉണ്ടാവാറുണ്ട്. മുൻപ് നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്തായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട ആദ്യം നടപടി ഉണ്ടായത്. പിന്നാലെ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ആ നടപടികൾ കൂടുതൽ ഊർജിതമാക്കുകയും വീണ്ടും നോട്ടീസ് അയക്കുകയും ചെയ്തു. ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.